നമ്മുടെ ഒ പിയിൽ പല സ്ത്രീകളും വന്ന് ചോദിക്കുന്ന ഡൗട്ട് ഉണ്ട്. എൻ്റെ ബ്രസ്റ്റ് സൈസ് കൂടുതലാണോ? സിമ്പിളായ ഒരു ടെസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ നേരെ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നിപ്പിളിൻ്റെ ലെവൽ നമ്മുടെ കൈമുട്ടിൻ്റെ അടിയിൽ എത്തുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി നമ്മുടെ സ്കിൻ കുറച്ച് സാഗ് ചെയ്തിട്ടുണ്ട്. അത് ബ്രസ്റ്റിൻ്റെ വെയിറ്റ് കാരണമായിരിക്കാം. അടുത്തതായിട്ട് വരുന്നതാണ് ഷോൾഡർ പെയിൻ ആൻഡ് ബാക്ക് പെയിൻ. ബ്രസ്റ്റ് സൈസ് കൂടി അത് കാരണം ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ വരുമ്പോൾ അവരുടെ ബ്രസ്റ്റിൻ്റെ വെയിറ്റ് വരുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വെയിറ്റ് വരുമ്പോൾ നാച്ചുറലി മുമ്പോട്ടിങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ബോഡി കുറച്ച് ബാക്കിലേക്ക് സ്ട്രെസ് കൊടുക്കും. അപ്പോൾ ബാക്കിലെ മസിൽസ് കണ്ടിന്യൂസ്ലി ആക്ട് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത് കണ്ടുവരുന്നത് ഈ വെയിറ്റ് കാരണം തന്നെ ബ്രായുടെ സ്ട്രാപ്പിൽ നല്ല ടെൻഷൻ ഉണ്ടാവും. ബ്രായുടെ സ്ട്രാപ്പ് ഒരയുന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു കുഴി പോലെ രൂപപ്പെടാം. അടുത്താണ് ഈ ബ്രസ്റ്റിന്റെ സൈസ് കാരണം വേർപ്പ് കെട്ടിക്കിടക്കുക. ഒരു ഓഫീസ് ജോലിയൊക്കെയാണ്, ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കുമ്പോൾ AC ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഈ വേർപ്പ് അവിടെ കെട്ടിക്കിടന്നിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അടുത്ത ഇൻഡിക്കേഷനാണ് ജിമ്മിലോ അല്ലെങ്കിൽ ഡാൻസ് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് കാരണം വെയിറ്റ് കാരണമുള്ള ബുദ്ധിമുട്ട്. ഇനി അനദർ റീസൺ ഇസ് അമിതഭാരമുള്ള സ്ത്രീകൾ കിടക്കുമ്പോൾ ആക്ച്വലി ചെസ്റ്റിലേക്ക് ഒരു ഹെവി വെയിറ്റ് വെച്ച ഫീൽ വന്നിട്ട് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയായിട്ട് അങ്ങനെയും ആൾക്കാർ വരാറുണ്ട്. ഇതാണ് മെയിൻലി നമ്മുടെ അടുത്ത് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാരുടെ മെയിൻ സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന പരിഹാരമാണ് ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി. സർജറി അല്ലാണ്ട് ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അൺഫോർച്ചുനേറ്റ്ലി ഈ കണ്ടീഷന് ഇല്ല.